ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലസ് ടുവിൻ്റെ അക്കൗണ്ടൻസിയാണ് എടുക്കുന്നത്. പ്ലസ് ടുവിൻ്റെ അക്കൗണ്ടൻസി ഫസ്റ്റ് ചാപ്റ്റർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സ്. പാർട്ട്ണർഷിപ്പിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിനുള്ളിൽ ഉള്ളത്. പാർട്ട്ണർഷിപ്പ് എന്താണ്, പ്രിലിമിനറി ആയിട്ട് അതിൻ്റെ പ്രോഫിറ്റ് പാർട്ട്ണർമാർക്ക് എങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് ബേസിക് കൺസെപ്റ്റ്സിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അനുസരിച്ചാണ് ഇന്ത്യയിൽ എല്ലാ പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഇന്ത്യയിൽ എല്ലാ പാർട്ട്ണർഷിപ്പിനെയും കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റാണ് 1932. ഈ ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിലെ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നതും റൺ ചെയ്യുന്നതും. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ബിസിനസ് ഓർഗനൈസേഷൻസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ ബിസിനസ്സിൽ, അതാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരം എന്ന് പറയും. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പങ്കാളിത്ത വ്യാപാരമാണ് പാർട്ട്ണർഷിപ്പ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ പ്രോബ്ലമൊക്കെ ചെയ്യുന്ന കഴിഞ്ഞ +1 പഠിച്ചിട്ടുണ്ട്. ഇനി +2 പാർട്ട്ണർഷിപ്പ് എന്താണെന്ന്, അവിടെ എങ്ങനെയാണ് ബിസിനസ് കൈകാര്യം ചെയ്യുന്നത്, അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതാണെന്ന് ഈ ചാപ്റ്ററിനുള്ളിൽ പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more persons. സോ ഇൻ എ പാർട്ട്ണർഷിപ്പ് ദർ ഈസ് മോർ ദാൻ 2 person. 2 ആളുകൾ കൂടുതലുണ്ടാവും. മിനിമം 2 പേരെങ്കിലും വേണം. മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഈസ് 2 person ആൻഡ് ദ മാക്സിമം നമ്പർ ഈസ് 10 ഇൻ കേസ് ഓഫ് ജനറൽ ബിസിനസ്സിൽ മാക്സിമം നമ്പർ 10 ആണ്. എന്നാൽ ബാങ്കിങ് ബിസിനസ്സിൽ മാക്സിമം നമ്പർ 20 ആണ്. ബാങ്കിങ് ബിസിനസ്സിന് മാക്സിമം നമ്പർ 20 ആയിരിക്കും. അപ്പോൾ ഇറ്റ്സ് എൻ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons who are agreed to share profit. So there is an agreement among the partners. This is another peculiarity of partnership business, agreement. That agreement is oral or written, പറഞ്ഞതാകാം എഴുതിയതാകാം. If it is written, it is known as a partnership deed. എഴുതിയ എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിനെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നു. പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ച് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇവരുടെ എഗ്രിമെൻ്റ് എഴുതി വെച്ചിരിക്കുന്ന എവിടെയായിരിക്കും? പാർട്ട്ണർഷിപ്പ് ഡീഡിലാണ്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിനുള്ളിൽ പാർട്ട്ണർഷിപ്പിൻ്റെ പേര്, മെമ്പേഴ്സിൻ്റെ പേര്, അഡ്രസ്സ്, പിന്നെ അവർ വന്ന തീയതി, പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ, അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള പിന്നെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും പാർട്ട്ണർഷിപ്പ് ഡീഡിനുള്ളിൽ ഉണ്ടാവും. എന്നാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്തപ്പോൾ പാർട്ട്ണർഷിപ്പിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ചില ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഡീഡിൻ്റെ ആബ്സെൻസിൽ, ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡീഡ് ഇല്ലാത്തപ്പോൾ. അപ്പം റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡീഡ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് ബൈഹർട്ടാക്കുക. റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡീഡ്. ഡീഡിൻ്റെ അഭാവത്തിൽ എന്തെല്ലാം റൂൾസാണ് ഒരു പാർട്ട്ണർഷിപ്പിൽ ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ആക്ട് പ്രകാരമാണ്. 1, പ്രോഫിറ്റ് ഓർ ലോസ് ഈ ഷെയർഡ് ഈക്വലി. പ്രോഫിറ്റ് ലോസ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്? ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ, എഗ്രിമെൻ്റ് എഴുതിയാണ് ഡീഡ്, പ്രത്യേകിച്ച് എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഇനി നോ പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മേ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി നോ പാർട്ട്ണർ എൻറ്റൈറ്റിൽഡ് ടു പേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ഇപ്പോൾ പാർട്ട്ണർമാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോണിനും, ഡ്രോയിങ്സ് ആൻഡ് ലോൺ, ആ ലോണിനും
ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം ബിസിനസ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോ റെമ്യൂണറേഷൻ. പാർട്ട്ണർ ഡസ് നോട്ട് ക്ലെയിം എനി റെമ്യൂണറേഷൻ. പാർട്ട്ണർ ഡസൻറ്റ് ക്ലെയിം എനി റെമ്യൂണറേഷൻ. യാതൊരു തരത്തിലുള്ള റെമ്യൂണറേഷനും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ് പാർട്ണർഷിപ്പ് ഡീഡ്. അതിനുള്ളിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാകും, പ്രോഫിറ്റ് ഷെയർ റെഗുലേഷൻ സകല. അതില്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. 2-3 പാർട്ട്ണർമാർ കൂടി നടത്തുക. അപ്പം റൂൾ അനുസരിച്ച് ഇത്രയാണ്. ഒന്ന്, പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടെങ്കിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഒരു പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണ്ട. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ, എനിക്ക് സാലറി വേണം, കമ്മീഷൻ വേണമെന്നൊന്നും ക്ലെയിം ചെയ്യാനും പറ്റില്ല. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞ പാർട്ണർഷിപ്പ് എന്താണ്, മിനിമം നമ്പർ എത്രയാണ്, മാക്സിമം നമ്പർ എത്രയാണ്. മാക്സിമം നമ്പറൊക്കെ ചിലപ്പോൾ ചോദിക്കാം. 1 വേർഡ് ആയിട്ട് ബാങ്കിങ് കമ്പനിയിൽ മാക്സിമം പാർട്ട്നേഴ്സ് എത്രയാണ്. പിന്നെ ഈ റൂൾസ് ആപ്ലിക്കബിൾ, ഇതെല്ലാ വർഷവും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. 4 പോയിൻ്റ് ഉള്ളൂ. 4 പോയിൻ്റ് ഹൃദയസ്ഥാക്കി വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.